കേരളത്തിൽ രണ്ടക്കം കടക്കും ഇത്തവണ ബി.ജെ.പിയുടെ സീറ്റ് നേട്ടം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും അവസാനം കേരളത്തിലെത്തിയപ്പോൾ പ്രസംഗിച്ചത്. മോദിയുടെ ഈ അവകാശവാദത്തെ പരിഹസിക്കുകയാണ് യു.ഡി.എഫ് കൺവീനർ എം ഹസൻ. മോദി പറഞ്ഞതുപോലെ ബി.ജെ.പിക്ക് രണ്ടക്കം കിട്ടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. യു.ഡി.എഫിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് യു.ഡി.എഫ് കൺവീനർ തന്നെ വിശദീകരിക്കും. യു.ഡി.എഫ് വളരെ സജീവമായിട്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രചരണ രംഗത്തുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ തന്നെ സർപ്രൈസുകളും വന്നു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാധ്യതകൾ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു സാധ്യത നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. ഞങ്ങളൊരു കാര്യം മോദി പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഗ്യാരണ്ടി തരാം. യു.ഡി.എഫിൻ്റെ ഗ്യാരണ്ടി 2020 ഒരു സംശയമില്ല. ഈ സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നപ്പോൾ അതൊരു സർപ്രൈസ് ലിസ്റ്റാണ് എല്ലാവർക്കും. അതുകൂടി വന്നപ്പോൾ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ആലപ്പുഴ സീറ്റ് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് AICC ജനറൽ സെക്രട്ടറി വന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ മാസ് സെൻറ്ററിൽ തെളിയിച്ചത്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 19 ജയിക്കും. ഇതുകൂടി ചേരുമ്പോൾ അതാണ് ഗ്യാരണ്ടി പറയുന്നത്, 20 സീറ്റും ജയിക്കും. ഇന്നലെ BJPയുടെ ഒരു പ്രമുഖനായ നേതാവ് എന്താ പറഞ്ഞത്? 400 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ്യും. ഇന്നലെ പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴെന്താ വന്നിരിക്കുന്നു, ഈ പൗരത്വ നിയമത്തിൻ്റെ ഈ വിജ്ഞാപനം ഇറക്കും. കേരളത്തിലത് നടപ്പിലാക്കില്ല എന്നുള്ള എല്ലാവരുടെയും കൂടി തീരുമാനമാണ്, നിയമസഭ പാസ്സാക്കിയതാണ്. പക്ഷേ കേരളത്തിൽ ഈ മോഡി വന്നിവിടെ പ്രഖ്യാപിച്ചിട്ട് പോയി 2 അക്കം ഞങ്ങൾക്ക് ഇത്തവണ കിട്ടുമെന്ന്. അതിപ്പോൾ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, 2 അക്കം കിട്ടും, പക്ഷേ 2 പൂജ്യമായിരിക്കും. പൗരത്വ നിയമത്തിൻ്റെ പ്രഖ്യാപനം കൂടി ഇന്നലെ വന്നപ്പോൾ BJPക്ക് കെട്ടിവെച്ച തുക കേരളത്തിൽ നഷ്ടപ്പെട്ടു. ബിജു മടവൂരിനൊപ്പം ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം.